അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട് നമ്മുടെ കാലിനൊരു ചെറിയ പരിക്കായിട്ടിരിക്കുകയാണ്. അത് മാറി വരികയാണ്. വീട്ടിൽ ഇരുന്ന് ബോറടിച്ചൊരു പരുവായി. അപ്പോഴത്തേ അരുണുണ്ട്, ജിജിനുണ്ട്. അവർ കണ്ട അപ്പുറത്തെ നമ്മുടെ പാടത്ത് വെള്ളം കയറ്റിയിട്ടില്ല കേട്ടോ. പാടത്ത് വെള്ളം കയറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ മോട്ടർ തറയ്ക്ക്, അതായത് പമ്പ് തറയ്ക്കൊക്കെ പെട്ടിയും പറയും വെക്കുന്ന തറയ്ക്കൊക്കെ പണിയുണ്ട്. അപ്പോൾ ആ പണി കാരണമാണ് വെള്ളം കയറ്റാത്തത്. അപ്പോൾ ആ പണി ചെയ്യുന്ന സ്ഥലത്ത് അവർ പണി ചെയ്യുന്ന കുഴി പറ്റിക്കാൻ വേണ്ടി, അതായത് കല്ല് കെട്ടേണ്ടതാണ്, അവിടെ വെള്ളമാണ്, അത് പറ്റിക്കാൻ വേണ്ടി ഒരു മോട്ടർ നടത്തുന്നുണ്ടായിരുന്നു പമ്പ് വെച്ചിട്ട്. അപ്പോൾ അവിടെ എന്തോ മീൻ വന്നിട്ടുണ്ടെന്ന് ഇവന്മാർ പറഞ്ഞു. അപ്പം ഇവന്മാരവിടെ വീശാൻ പോവാണ്. വീട്ടിൽ ഇരുന്ന് ബോറടിച്ചാൽ കാരണം ഇവന്മാരോടെ പോവാം, വള്ളത്തിൽ നിന്ന് കാണുമെങ്കിലും ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോഴേ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതിനുണ്ട്, അരുണുണ്ട്. ഫസ്റ്റാണ് കേട്ടോ. ഒരാഴ്ച കൂടെങ്കിലും എടുക്കുമായിരിക്കും. നല്ല മാറ്റമുണ്ട്, ചെറിയതായിട്ട് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പമ്പ് നിർത്തിയെന്ന് തോന്നുന്നല്ലോടാ. പമ്പ് നിർത്തിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പമ്പ് നിർത്തിയാലും മീനുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറത്തൊന്നുമില്ല. വള്ളം എവിടെയാണ് നിർത്തുന്നത്? അവരുടെ തറയിൽ നിന്ന് വീശാനല്ലേ പറ്റത്തുള്ളൂ. ഇപ്പറേ നിർത്തടാ. ഞാനൊക്കെ പിടിച്ച് തിന്നിട്ട് പോവാൻ തോന്നുന്നുണ്ട് ആള്. ഞാനൊക്കെ ആള് പിടിച്ച് തിന്നിട്ട് പോവുക. കാലൊന്ന് മടങ്ങിയത് കേട്ടോ. നമ്മുടെ ഇഞ്ചന്തറയുടെ പഴയ സെറ്റപ്പ് തന്നെ അങ്ങ് മാറുക. നമ്മുടെതല്ല, നമ്മുടെ വടക്കോസ്ത വഴിക്കുള്ള ഇഞ്ചന്തറ. രണ്ട് പോർഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ് പാലം വരുന്നത്, അവിടെ ഇഞ്ചൻ കുഴിയാണത്. അപ്പോൾ അവിടെയാണ് മറ്റ് മോട്ടറും കാര്യങ്ങളെല്ലാം വരുന്നത്. അവിടെ നിന്നുള്ള പോർഷൻ ഇങ്ങോട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പാലം വരും. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലുള്ള വള്ളങ്ങളിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടേക്കുള്ള മെറ്റിലും മറ്റനുബന്ധ സാധനങ്ങളുമൊക്കെ ഇവരുടെ കൂടെയുള്ള പണിക്കാർ കൊണ്ടുവന്നേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇഞ്ചന്തറയുടെ വാതിക്കെ വീശാന്ന് പറഞ്ഞാൽ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ അവർ പണിയുന്നത് കാരണം വെള്ളം കുറവായിരുന്നു. അപ്പോൾ അത് കാരണം അവർ മോട്ടർ നിർത്തിയായിരുന്നു. പിന്നെ നമുക്ക് അവർ വലിയ മോട്ടർ എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് മോട്ടർ അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മുടെ വടക്കേറായിരം പാടത്തിൻ്റെ പുതുമടയ്ക്ക് വന്നിരിക്കുക. നമുക്കൊന്ന് വീശി നോക്കാം. ഇങ്ങനെ വിട്ടാകാം. അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മുടെ കോല. കണ്ടോ, ഇതിൻ്റെ ഫ്രഷ് കോല.
വെള്ളത്തിയൊക്കെ തിന്ന് നടക്കുമോ? ഇതാണോ, ഇതാണ് നമ്മുടെ കുറുവയുടെ കുഞ്ഞ്, കുറുവാപ്പരല്. അതിൻ്റെ കുഞ്ഞാണിത്. കേട്ടില്ല. ഇതാണ് ചെമ്പല്ലി കുഞ്ഞ്, നമ്മുടെ നാടൻ ചെമ്പല്ലി. കറുപ്പ്, കരിപ്പിടി, നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി എന്നാണ് പറയുന്നത്. അങ്ങനെ വേറെ കുറേ പേരുണ്ട്. വിളഞ്ഞു വിട്ടത് ചെറുതാ. കണ്ട് ടെലിവിഷൻ കോലപ്പുണ്ടോ? പോയി പാത്രം എടുത്തുണ്ട്. വലുപ്പം വയ്ക്കും. ഇത്തിരി ഒരു 15 എണ്ണം ഉണ്ട് 1 കിലോയ.
അതിൻ്റെ പേട്ടെ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വല. നമ്മൾ എടാ അക്കരെ മീൻ ചാടുന്നുണ്ടോ? അക്കരെ മീൻ ചാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയ്യുന്നില്ല. ചൂടൻ ചൂടൻ ആ അതിൻ്റെ അകത്ത് ഇതുണ്ട്. ഇതെന്നാ മീനാണോ? അത് നമ്മുടെ ഇവിടെ കാണുന്ന മീനാണ്. അത് ഈ മലയിടുക്കുകളിലെ വെള്ളത്തിൽ കാണുന്ന സാധനമാണ്. അത് അവിടുത്തെ ഒരു തരം പറഞ്ഞ അത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വല വീശാൻ പോകുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, മീൻ പിടിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ മീൻ പിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇറങ്ങിയതല്ല, ഒരു ബോറടിയും കൂടെ മാറ്റാൻ വേണ്ടിയാണ്. ബോറടിച്ചിരുന്ന ആൾ കണ്ട അവിടെ കിടപ്പുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ചേട്ടച്ചാറ ബോറടി മാറ്റാം, മീൻ പിടിക്കാം.
നമുക്ക് രണ്ട് കൂട്ടർക്കല്ല, ഇപ്പോൾ ഏകദേശം ഒരു 4 വീട്ടുകാർക്ക് കറി വെക്കാനായിട്ടുള്ള മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കോല കിട്ടി, അതിനുശേഷം നമുക്ക് അറിഞ്ഞിൽ കിട്ടി. ഇപ്പം നമ്മുടെ രാവിലെ വന്നിറങ്ങിയ നമ്മുടെ ഈ പണി നടക്കുന്ന മോട്ടോർ തറയുടെ അവിടെ വന്ന് വീശിട്ട് നമുക്ക് ധാരാളം വയമ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ. ടാറ്റാ ചേട്ടാ പോവാ.